ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കുടുംബ ജീവിതം പറയുമ്പോൾ ഭയങ്കര എളുപ്പം വാക്കുകൾ കൊണ്ട് പറയാൻ. കൂടുമ്പോൾ എന്ത് വേണം? ഇമ്പം വേണം. ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ കൂടുമ്പ ഇമ്പം ഉണ്ടോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2, 3, 4 വാക്യങ്ങൾ വിശുദ്ധ പൗലോസ് എഴുതിയ വചനങ്ങളാണ്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഇത് കുടുംബജീവിതത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വചനം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഇപ്പം തന്നെ നടക്കുമെന്ന് പറയും അല്ലെ, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അതുകൊണ്ട് സ്വർഗത്തോടടുക്കണമെങ്കിൽ, ദൈവികമായ ആ സങ്കല്പത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഒരേ കാര്യങ്ങൾ ചിന്തിച്ച്, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും. മാത്സര്യമോ വെറുതാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇന്ന് കുടുംബജീവിതത്തിലോ ഞാനാ വലുത് നീയാ വലുത് കാണിച്ചു തരാം. നിൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ, എൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ, എൻ്റെ അമ്മ നിൻ്റെ അമ്മ, നിൻ്റെ ആൾക്കാർ എൻ്റെ ആൾക്കാർ. മസിൽ പിടുത്തം അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം. മറിച്ച് ഓരോരുത്തരും വ്യർത്ഥാഭിമാനമോ മൂലം ഒന്നും ചെയ്യരുത്. മത്സരമോ വ്യർത്ഥാഭിമാനമോ, മത്സരം പാടില്ല. മത്സരം മന്ത്രവാദം പോലെ അതിനേക്കാൾ ഹീനമായ പാപമാണ്. ഈഗോ ആദ്യം മാറ്റണം. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇപ്പം തന്നെ നടക്കും. സങ്കല്പത്തിലെ ഭർത്താവിനെയും ഭാര്യനെയും ഇപ്പോഴും കുഴിച്ചു മൂടാത്ത അവരുണ്ട്. 30-40 വർഷമായിട്ട് കൂടെ കിടക്കണവന് രാപ്പനി അറിയാം എന്ന്, ഇത് അതും അറിയാൻ പാടില്ല. ബ്രീസലോ. അപ്പോൾ സങ്കല്പത്തിൽ ജീവിക്കുന്നത്, ഒരു ജനനവും ഒരു മരണവും. വിവാഹം നടക്കുമ്പോൾ ഇതാ സങ്കല്പത്തിലുള്ളതിനെ കുഴിച്ചു മൂടണം. അതില്ലാത്ത ആരുമില്ല. ദൈവം തന്നതിനെ 2 കൈ നീട്ടി കുറവുകളോടും നിറവുകളോടും കൂടെ സ്വീകരിക്കുക. അതാണ് വിവാഹം വിശേഷാൽ വഹിക്കുന്നത്. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. കുടുംബജീവിതം അതെത്ര സുന്ദരം, ശാശ്വതം, സമർപ്പിതം, മഹത്വപൂരിതം. കുടുംബജീവിതം അതെത്ര മോഹനം, മോഹനം, മോഹനം. ദൈവമേകും മക്കൾക്കായി ജീവനേകിടാം, ജീവിതങ്ങൾ പങ്കിടും പവിത്രമണ്ഡലം. എരിഞ്ഞു തീരുമെങ്കിലും പ്രശോഭ തൂകിടും നെയ്വിളക്ക് പോലെ ഈ പ്രഫുല്ല ജീവിതം, പ്രഫുല്ല ജീവിതം. അത് പോയിട്ട് ഇങ്ങനെ ആകണമെന്ന്, അത് പോയിട്ട് ഇതാ മക്കൾക്ക് കല്യാണം പോലും വേണ്ട. കല്യാണം എന്ന് കേൾക്കുന്ന പേടിയാണ്. കാരണം അവരുടെ മനസ്സിൽ ജീവിതത്തിൽ പതിഞ്ഞ ആ നെഗറ്റീവ്സുകൾ എവിടെ നിന്ന് കിട്ടി? ആരാ ഉത്തരവാദികൾ? കാരണം അങ്ങനെയുള്ള പല മക്കളെയും തിരിച്ചു കൊണ്ടുവരാനും മാറ്റം വരുത്താനും വിവാഹത്തിലേക്ക് കടന്നു വരാനും. വിവാഹമേ വേണ്ട, അവരുടെ ജീവിതത്തിലെ പേടി സ്വപ്നമായിരുന്നു. അല്ലെങ്കിൽ പല തെറ്റായ സങ്കല്പങ്ങളിലും തെറ്റായ ബന്ധങ്ങളിലും ചെന്ന് ചാടി തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തി. എവിടെ നിന്ന് കിട്ടി? പലതും മാതാപിതാക്കളാണ് അതിൻ്റെ ഉത്തരവാദിത്വം. മാതാപിതാക്കളുള്ളവരുടെ തമ്മിലടിയും ജഡമോഹവും ജഡികാഭിലാഷത്തിൽ ജന്മം കൊടുത്തു. ജഡത്തിൽ നിന്നുണ്ടായത് എന്താ? ജഡമാണ് ഉണ്ടായത്. ആത്മാവിൽ നിന്നുണ്ടാവുന്നത് ആത്മാവാണ്. കിട്ടിയതിൽ തൃപ്തിയില്ല. ഇതാ മക്കളിൽ വന്നത് അതിനേക്കാൾ വലിയ അവസ്ഥ. ഇന്ന് കല്യാണം വേണ്ട എന്ന് പറയുന്ന മക്കൾ, അല്ലെങ്കിൽ കല്യാണം എന്ന് കേട്ടാൽ പേടിച്ച് ഓടുന്നവർ, അത് കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നവർ, അതിൻ്റെ ഉത്തരവാദികൾ മാതാപിതാക്കളാണോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്തു നോക്കി. ഇപ്പോഴും നിൻ്റെയും എൻ്റെയും പറഞ്ഞിരിക്കുകയാണ്. പിള്ളേരൊക്കെ കെട്ടിക്കാൻ പ്രായമായി, കെട്ടുപ്രായമായി. എന്നിട്ടും ഏറുപിടുത്തത്തിന് ഈഗോക്ക് ഒരു കുറവുമില്ല. പക്ഷെ ഓർത്തോ, ബ്രോക്കറിന് തെറ്റിയതല്ല, വീട്ടുകാർക്ക് തെറ്റിയതല്ല, നിങ്ങൾക്കും തെറ്റിയതല്ല. ഉൽപ്പത്തി 2:18 ദൈവമായ കർത്താവല്ലേ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അതുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയുമാണ്. ദൈവമാണ് ചേർത്ത് നൽകിയത്. ആ പോരായ്മകൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ തീർക്കാൻ പരിശ്രമിച്ചോ? എങ്ങനെ പരിശ്രമിക്കണം? ജീവിതാവസാനം വരെ പരിശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 2:24 പറയുന്നുണ്ട്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഒറ്റ ശരീരം. സ്വന്തം ശരീരത്തെ ആരെങ്കിലും വെറുക്കാറുണ്ടോ? എന്ത് കേടുപാടുകൾ വന്നാലും, എന്തെല്ലാം മുടക്കിയാലും, എവിടെ പോയാലും ചികിത്സിക്കും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ഡയഗ്നോസ് ചെയ്യും, ഏതെല്ലാം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും, എവിടെയെല്ലാം ഓടുന്നു.
അറിയത്തില്ല. അതുപോലെ പരസ്പരം ചെളിവാരി കുറഞ്ഞുകൊണ്ടിരുന്നിട്ട് ചേട്ടാ ചേച്ചി ഒരു കാര്യമില്ല, ഒരു ജീവിതമുള്ളൂ. അപ്പം അതിലധികം ഒക്കെ കടന്നു പോയിട്ടുണ്ടാകാം. ഉള്ളത് മുഴുവൻ തിന്നും ഉറങ്ങിയും വഴക്കിട്ടും കുറ്റം പറഞ്ഞും ഇനിയെങ്കിലും ഉള്ളത് മനോഹരമാക്കി നട്ടടം സ്വർഗമാക്കി കൂടെ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി. ഇതാ രണ്ടിലൊന്ന് വേർപെട്ടിട്ടല്ല, മരിച്ചു കഴിഞ്ഞിട്ട് വെള്ളയും വെള്ളയും കൊടുത്ത് നടന്നിട്ടോ ചിന്തേരി കയറി ഇറങ്ങി ദിനം പ്രതി നടക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ അല്പം കരുണ കാണിക്കുക. എന്തെങ്കിലുമൊക്കെ ദുശാഠ്യവും ചാവല്യം ഇല്ലാത്ത എല്ലാം തികഞ്ഞ ആരും ഈ ലോകത്തില്ല. നിറവുകളോടൊപ്പം കുറവുകളുണ്ട്. കാരണം ഒത്തിരി പേര് വന്ന് പറയാറുണ്ട്, ബ്രദറെ കണ്ണുണ്ടായപ്പോൾ വില അറിഞ്ഞില്ല, ഇപ്പോൾ കുറ്റബോധവും വിഷമവുമാണ്, കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. കുറച്ചുകൂടെ ഞാൻ വിചാരിച്ചെങ്കിൽ ജീവിതം എൻ്റെയും കുറച്ച് വാശിയായിരുന്നു, ഭംഗിയാക്കാമെന്ന് പറയുന്നവരെ ധാരാളം ദമ്പതികളെ അല്ലെങ്കിൽ വിധവകളായവരെ ആണും പെണ്ണും ഉണ്ട്, രണ്ടും ഉണ്ട് ഈ ഭാഗത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. കുറച്ച് ജീവിച്ച് കൊതി തീർന്നില്ല, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഓർത്തില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തായിരുന്നു. എൻ്റെ കഴിവുകേടായിപ്പോയി, സ്വന്തം കഴിവുകേടാ. ഭാര്യയെ കരുവാരി എറിയുന്നുണ്ടെങ്കിൽ, ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, രോഗമറിഞ്ഞ് ചികിത്സിക്കുന്നില്ല എങ്കിൽ അവൻ്റെ തനിമ, നിൻ്റെ ഭർത്താവ് അവനെ പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല, ഇനി ആരും ഉണ്ടാകത്തില്ല. വേറെ ആരോട് സങ്കല്പിച്ചിട്ടോ അല്ലെങ്കിൽ കഥ മെനഞ്ഞ് നടന്നിട്ടോ കാര്യമില്ല. കൂട്ടുകാരത്തിലെ ഭർത്താവല്ല, ഭർത്താവിനെ പോലെയല്ല, നിൻ്റെ സഹോദരങ്ങളുടെ ഭർത്താവിനെ പോലെ. എന്തോ ഒരു മനുഷ്യൻ ഇതുപോലത്തെ ആർക്കും കിട്ടുമെന്ന് പറയുന്നതായിരിക്കും, ഇതുപോലെ ആർക്കും കിട്ടത്തില്ല, നിനക്ക് മാത്രമേ കിട്ടൂ. പക്ഷെ അതിനെ മിനിക്ക് മുത്താക്കിയെടുക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഈ ഭാര്യയെ, ഈ ഭർത്താവിനെ നിനക്ക് തന്നത്. ഈ മക്കളെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത് അതാ. പ്രൈസ്തലോ. എന്ത് പാപം ചെയ്തിട്ടാന്ന് ചോദിക്കില്ല, ഒരു പാപം ചെയ്തിട്ടല്ല. നിങ്ങളെ ഏൽപ്പിച്ചാലേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയൊക്കെ കണ്ടിട്ടില്ലേ ഗ്ലാസിൻ്റെ പാത്രങ്ങളിലും പെട്ടികളിലൊക്കെ. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ, ഇത് നന്നായിട്ട് എടുത്തു ചാടാതെ പൊട്ടിത്തെറിക്കാതെ വയലൻ്റ് ആകാതെ നിങ്ങൾ കൈകാര്യം ചെയ്ത് തന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇതിൽ എത്ര പേരാ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? പ്രൈസലോ. അതുകൊണ്ട് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ വീട്ടുകാരെന്നും പറഞ്ഞിരിക്കാതെ ഒരു പെണ്ണും അവരൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. തന്നേക്കാളധികം സ്ത്രീയുടെ മനഃശാസ്ത്രം അനുസരിച്ച് ഭർത്താവ് തൻ്റെ വീട്ടുകാരെയോ, അവരായിരിക്കാം കഷ്ടപ്പെട്ടതായിരിക്കാം, വളർത്തിയതായിരിക്കാം, സഹായിച്ചതായിരിക്കാം, കൊടുക്കുന്നതായിരിക്കാം. ഇതാ സ്ത്രീയുടെ മനഃശാസ്ത്രം. തന്നേക്കാളധികം മറ്റേതെങ്കിലും കാര്യങ്ങളെയോ വ്യക്തികളെയോ കൂട്ടുകാരെയോ കൂട്ടുകാരനെയോ വീട്ടുകാരെയോ വെച്ചുകൊണ്ടിരുന്നാൽ അവൾ ക്ഷമിക്കത്തില്ല. ഒന്നാം സ്ഥാനം ദൈവത്തിന്, രണ്ടാം സ്ഥാനം ജീവിത പങ്കാളിക്ക്, മൂന്നാം സ്ഥാനം മക്കൾക്ക്, അത് കഴിഞ്ഞുള്ള സ്ഥാനം അപ്പനും അമ്മക്കും കൂടെ പറപ്പക്കുള്ളൂ. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴും കയറിയിരിക്കുക തലയിൽ അപ്പനും അമ്മയും. അവരെ വേണ്ടാന്നല്ല, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ മുറിയുടെ അവിടം വരെ വരാം. ഇതാ കളി വിജയിപ്പിക്കേണ്ടത് കളിക്കാരാണ്, മുഖ്യമന്ത്രിയാണ്, സൂപ്പർ സ്റ്റാറാണ് ഉദ്ഘാടനം ചെയ്തതെന്നും പറഞ്ഞ് ഗോളടിക്കാനുള്ള അധികാരം അവർക്കില്ല. കളിക്കാർ തീരുമാനിക്കണം ഗോളടിക്കണോ ഔട്ടടിക്കണോ എന്ന്. ഇതുപോലെ തന്നെ ആ അവരുടെ മുറിയുടെ പടിവാതിൽക്ക് വരെ അപ്പനും അമ്മക്കും വീട്ടുകാർക്കും ആൾക്കാർക്കൊക്കെ വരാം, കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യാം. പക്ഷേ ഇതാ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ദമ്പതികളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദമ്പതികൾ ഒരുമിച്ചാണ്. ഞാനാ വലുത് നീയാ ചെറുതെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അവിടെ നരകമായിരിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. അതുപോലെ കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി ക്ഷമയാ ദരിദ്രി ശേനേഷു വേശ്യ. കാര്യത്തിൽ മന്ത്രിയെ പോലെ നിൽക്കണം ഒരു ഭാര്യ, കർമ്മത്തിൽ ദാസിയെ പോലെ നിൽക്കേണ്ടി വരും, ക്ഷമയിൽ ഭൂമിയെ പോലെ നിൽക്കണം, കിടപ്പറയിൽ വേശ്യയെ പോലെ പെരുമാറേണ്ടി വരും. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളും ചൊല്ലുകളൊക്കെ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാം അറിയാം, പക്ഷെ വല്ലാർപാടം മാത്രം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ പറയും. വേറെ കിടക്കുന്നവരും മാറിക്കിടക്കുന്നവരുണ്ട്. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് 63-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അമ്മ പറഞ്ഞ ഇതാണ്, മോനെ, എൻ്റെ അമ്മ അപ്പനും പണ്ടേ പറയാറുള്ള ഒരു കാര്യം ഇതാ. അപ്പം പറയും, ഈ കാര്യത്തെ പ്രതി തമ്മിൽ തർക്കവും തലപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പറയും ഞാൻ ആദ്യം മരിക്കും, നീ പിന്നെ മരിക്കും. അമ്മ പറയും ഞാനായിരിക്കും. അമ്മ കുഞ്ഞുനാളെ നിത്യരോഗിയാണ്, കിട്ടൂലെന്ന് പറഞ്ഞ് പണ്ടേ കൈയൊഴിഞ്ഞതാണ്. അമ്മനെ പറഞ്ഞിട്ടുള്ള കാര്യം കല്യാണം കഴിപ്പിക്കരുതെന്ന് പോലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മുതുകൂടിയനെ കിട്ടിയപ്പോൾ ശരിയാ, ഇവിടെയും ശരിയാകും അവിടെയും ശരിയാകും. ദൈവം നിശ്ചയം അതാ നടന്നു. ചേർന്നതിനെ നൽകും 32:18. പക്ഷേ അമ്മയുടെ ജീവിതം കൊണ്ട്, സഹനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ക്ഷമ കൊണ്ട്, ദൈവാശ്രയം കൊണ്ട്, വചനം കൊണ്ട് നേടിയെടുത്തു. 15 വർഷം പുതുപുത്തനായിട്ട് അപ്പന പുതുപുത്തൻ മനുഷ്യനായിട്ട് ഞങ്ങൾക്ക് നിധി കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും അന്വേഷിക്കാനും വിളിക്കാനും ഞങ്ങളുടെ പുറകെ കൂടിയൊക്കെ ചെയ്ത് അന്നും ഇന്നും പ്രൈസലോ. അതുപോലെ ജീവിതം അടിമുടി മാറി.
മനുഷ്യർക്ക് മാറ്റം വന്നപ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും മാറ്റം വന്നു. ബി ഹാപ്പി ഇസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. സന്തോഷത്തോടെ ഇരിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുക. അപ്പോൾ മാറ്റങ്ങൾ വന്നു. അങ്ങനെ പറയുമായിരുന്നു, ഞാൻ ആദ്യം മരിക്കണം, നീ ആദ്യം മരിക്കും. അപ്പോൾ അതിന് നല്ല രീതിയിൽ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അപ്പം പറയും, ഞാൻ ആദ്യം മരിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് മക്കളുടെ അടുത്തും മരുമക്കളുടെ അടുത്തും നിർത്തും. പക്ഷെ ഭാര്യ ഇല്ലാതെ ഒരു പുരുഷന് ഭർത്താവിനെ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഭയങ്കര പാടാണ്, പറ്റൂലെന്നല്ല എന്ന് പറയും. പക്ഷെ അപ്പന് 54 വയസ്സിന് 1 മാസം ഉള്ളപ്പോൾ അപ്പച്ചൻ തൻ്റെ നിത്യജീവിതത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. അമ്മച്ചി 63 വയസ്സ് വരെ ജീവിച്ചു. അമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ച് തലയെ പിടിച്ച് അനുഗ്രഹം കിട്ടിയ മകനാണ്. പിറ്റേന്ന് വെളുപ്പിന് അമ്മ മരിച്ചു. പെട്ടെന്നൊരു കെട്ടൽ പോലെ ശ്വാസം മുട്ട് പോലെ വന്നു. ആ തറവാട്ടിൽ അനിയൻ്റെ കൂടെയാണ് അമ്മ. പക്ഷേ തലേ ദിവസം അവരൊന്നും ഇല്ലായിരുന്നപ്പോൾ കാണണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു, സംസാരിച്ചു, തലയെ പിടിച്ച് അനുഗ്രഹിച്ച്. അന്നേരമൊക്കെ പറഞ്ഞ കാര്യം അതാ, ദമ്പതികളോട് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാ, ഇന്ന് ഞാൻ നാളെ നീ എന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ആരാദ്യം പോകുന്നതെന്ന് അറിയില്ല, ഒരുമിച്ചാണോ എന്നും അറിയത്തില്ല. അപ്പനും അമ്മയും ഒരുമിച്ച് യാത്ര പോയപ്പോൾ ഉണ്ടായ അപകടത്തിൽ അന്ന് അപ്പച്ചൻ വിളിക്കപ്പെട്ടു. ഇപ്പം മരിക്കുമെന്നും പറഞ്ഞ് കിടന്ന അമ്മ വീണ്ടും ആയുസോടെ ഇരുന്നു, രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആരാദ്യം പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് മാറിക്കിടക്കരുത്, വഴക്കിടരുത്, വഴക്കിട്ട് പിരിയരുത്. വഴക്കൊക്കെ ഉണ്ടാകാം, ഉടനെ അവസാനിപ്പിച്ചേക്കുക. ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമ്മം നിറവേറ്റി ജീവിക്കുക. ഒരിക്കലും മാറിക്കിടക്കരുത്, മിണ്ടാതിരിക്കരുത്. ആരാദ്യം പോകുന്നതെന്ന് അറിയില്ല. ദമ്പതികളോട് സംസാരിക്കുമ്പോൾ അവരെന്ത് വിചാരിച്ചാലും, വിവാഹം കഴിച്ചവരോട് ഇത് ബൈബിളിലുള്ള കാര്യമാണ്, പറഞ്ഞു കൊടുക്കണം, വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, നീ പറഞ്ഞു കൊടുക്കാണ്ടെന്ന് എനിക്കറിയാം, നീ ദമ്പതിയാഞ്ചനൊക്കെ ധ്യാനിപ്പിക്കുന്നതാണ്. പക്ഷേ അത് പറഞ്ഞു കൊടുക്കണം മകനെ. കാരണം തിരിച്ച് കിട്ടാത്ത, പിന്നീട് ഒരു വിധത്തിന് റിഹേഴ്സലും ഇല്ല, ട്രയലും ഇല്ല. അവരോട് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ കുറവുണ്ടെങ്കിലും ക്ഷമിച്ചും പൊറുത്തും മരിക്കുന്നത് വരെ ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അത് കഴിഞ്ഞ് മക്കൾക്കും പേരക്കിടാങ്ങൾക്കും ഒക്കെ സ്ഥാനമുള്ള, അത് ലംഘിച്ചാൽ ചെളിവാരി അറിയാൻ പറ്റും. വാരി അറിയുമ്പോൾ ഓർത്തോ, എറിയുന്നവനും നാറുന്നു, വീഴുന്നവനും നാറുന്നു. ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന, ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭാര്യ, അവരാ ഏറ്റവും കഴിവ് കെട്ടവർ ഈ ലോകത്ത്. ഏതെങ്കിലും ഭാര്യ ഭർത്താവിൻ്റെ കുറവുകൾ പറഞ്ഞ് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ കഴിവ് കെട്ടവരാണ്. ഏതെങ്കിലും ഭർത്താവ് ഭാര്യയുടെ കുറ്റം ഭാര്യയുടെ വീട്ടുകാരെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. സ്വന്തം കഴിവുകേടാണ്. കഴിവുകേട് മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞങ്ങളെ പോലെയുള്ളവരുടെയൊക്കെ മുമ്പിൽ വരുമ്പോൾ ഇതിനേക്കാൾ വലിയ ബലഹീന വേറെ ഇല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് ഭാര്യയെ താഴ്ത്തിക്കെട്ടുന്നത്, ഭർത്താവിനെ താഴ്ത്തിക്കെട്ടുന്നത് ആർക്കും ഒരു ഭൂഷണമല്ല. എല്ലാം തികഞ്ഞ ഭർത്താവിനെയും ഭാര്യനെയും ആർക്കും ഈ ലോകത്ത് തന്നിട്ടില്ല. ബാക്കി നമുക്ക് ചെയ്ത് ജീവിച്ച് തീർക്കാനുള്ള ശക്തി ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ചേർന്ന ഇണയെ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൽ 2 പേരാണ് ചേരുന്നത്. പക്ഷെ മൂന്നാമത് ശക്തി, ദൈവത്തിൻ്റെ ശക്തി, മൂന്നാമതല്ല ഒന്നാമത് തന്നെ ആ ദൈവത്തിൻ്റെ ശക്തിയാണ് അവരെ ഒന്നാക്കി തീർക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. കാരണം തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം പറയുന്ന ഇതാണ്, കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ സാറയുടെയും തോബിയാസിൻ്റെയും കഥ. ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമം. ഇതെപ്പോൾ വരെ ഉണ്ടാകണം? മരണം വരെ ഉണ്ടാകണം. ലൈംഗികത, സെക്സ് ഇസ്റ്റു എന്താണ്? അതൊരു അവസ്ഥയാണ്, അതൊരു ജീവിതചര്യയാണ്. കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി മാത്രമല്ല, മരണം വരെ സ്നേഹം പങ്കുവെക്കാൻ, ജീവൻ പങ്കുവെക്കാനും സ്നേഹം പങ്കുവെക്കാനും കുഞ്ഞുങ്ങളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അത് ദൈവകൽപ്പനയാണ്. നിഷ്കളങ്കമായ പ്രേമം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹാനുഭൂതി വേണം, കരുണ വേണം, മാധുര്യം വേണം. ലഹരിയില്ലാത്ത വീഞ്ഞ് പോലെ ആയിപ്പോകരുത്, ഉറകെട്ട ഉപ്പ് പോലെ ആകരുത്. അപ്പോൾ അങ്ങയുടെ കാരുണ്യം എനിക്കും ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ഉറകെട്ട വീഞ്ഞു പോലെ ആകരുത്. ദാമ്പത്യത്തിലുള്ള ആ ലഹരി മരണം വരെ ദാമ്പത്യ ധർമ്മങ്ങൾ നിറവേറ്റി സ്നേഹം പങ്കുവച്ചു. ഒരു പുരോഹിതനാവുന്നത് ബലിയർപ്പിക്കാനാണ്. പച്ചക്ക് പറയുക. ഇതുപോലെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ദാമ്പത്യ ധർമ്മം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1 കൊറിന്തോസ് 7-ാം അധ്യായം 1 മുതൽ 14 വരെ എടുത്ത് ആവർത്തിച്ച് വായിച്ചാൽ വളരെ വ്യക്തമായിട്ട്
മനസ്സിലാകും. 1 പത്രോസ് 3:1-2 ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വിധേയത്വം വീണ്ടും വീണ്ടും പറയുക. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ കരിസ്മാറ്റിക്കോ പ്രാർത്ഥനക്കാരനോ ചിലപ്പോൾ ഞായറാഴ്ച കുർബാനക്ക് പോലും പോകാത്ത ആളോ ആണ്ടുകുമ്പസാരം നടത്താത്ത ഭാര്യയോ ഭർത്താവോ ആരും ആകട്ടെ, ഒരാളെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് വന്നതാണ്, ഭയങ്കര പ്രാർത്ഥന എല്ലാത്തിലും ഇയാൾ ദൈവത്തിലേക്കൊക്കെ അടുത്ത്. പക്ഷെ ഭാര്യ രാത്രികളിൽ കിടന്ന് അശ്ലീല വീഡിയോ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ. പലതവണ പറഞ്ഞിട്ടും അത് മാറ്റാൻ തയ്യാറില്ല. കുടുംബജീവിതത്തിലേക്ക് അശുദ്ധി കടന്നു വരുന്നു. ഇതുപോലെയുള്ള ഭർത്താക്കന്മാരും ഉണ്ട്. വേറെ മുറിയിൽ പോയി കിടക്കും. നീ പ്രാർത്ഥനയ്ക്ക് ധ്യാനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ അശ്ലീല ചാറ്റിങ്ങും ചീറ്റിങ്ങും. ഫലമോ ഇതാ പഠിക്കാൻ വേണ്ടി വിട്ട മകള് വളരെ വലിയ തകർച്ചയിലേക്ക്, വേറെ സ്റ്റേറ്റിലൊക്കെ വിട്ടതാണ്, വളരെ വലിയ തകർച്ചയിൽപ്പെട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു കയറി വന്നു. മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ മക്കളെ വേട്ടയാടും. അറിഞ്ഞുകൊള്ളണം. നമ്മളുണ്ടാക്കുന്ന സൽപ്പേരും സമ്പത്തെല്ലാം അവർക്ക് വേണ്ടിയാണെങ്കിൽ നമ്മളുണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പിശാച് കൈവെക്കാൻ ഇടയാകും. അതുകൊണ്ട് വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. നിഷ്കളങ്കമായ സ്നേഹം, പ്രേമം വേണം, പ്രണയം വേണം. ദാറ്റ് ഈസ് എൻ്റെ വായിലോട്ടങ്ങ് വരുന്നില്ല. പ്രണയം വേണം. പ്രായമായാലും വയസ്സായാലും രോഗിയായാലും മരിക്കുന്നത് വരെ പ്രണയം വേണം ഭാര്യഭർത്തൃ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ജീവിക്കുന്നവർ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നത്, കൗൺസിലിംഗ് ചെയ്താലും ധ്യാനം കൂടാൻ വന്നാലും എവിടെ പോയാലും തീരുമില്ല പ്രശ്നം. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തെ താങ്ങി നിർത്തുന്ന പ്രണയം പരിശീലിക്കണം. അത് ജീവിതാവസാനം വരെ വേണം. വയസ്സായാലും വേണം, രോഗിയായാലും വേണം. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന പലരെയും എനിക്കറിയാം. എല്ലാം തികഞ്ഞവരായതുകൊണ്ടല്ല, ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര കഴിവുകളും ഉള്ളത് കൊണ്ടല്ല, പക്ഷെ അതിൻ്റെ ആഴവും അർത്ഥവും കൃപയും ദൈവം അവർക്ക് കൊടുത്തത് കൊണ്ടാണ്. പ്രണയം വേണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും. 1 പത്രോസ് 3:7-8 ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കണം. കുറവൊക്കെ ഉണ്ടാകും, ഭാര്യയ്ക്ക് ഉണ്ടാകാം, ഭർത്താവിനുണ്ടാകാം. എല്ലാം തികഞ്ഞ ആരുമില്ല. ആരാദ്യം പോകണമെന്ന്, ആർക്കാരെയാണ് വേണ്ടി വരുന്നതെന്ന് നമുക്ക് അറിയില്ല. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത്രയും പോരെ. മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും 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 കേൾക്കുക. തകർന്നു കിടക്കുന്ന ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ മക്കളോ അയൽവാസികളോ പരിചയക്കാരോ ഒക്കെ ആണെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കട്ടെ, വെളിച്ചം കിട്ടട്ടെ. സംശയരോഗം കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തകർക്കും. പരസ്പരം മനഃശാസ്ത്രം മനസ്സിലാക്കുക. കാരണം ക്ലാസ്സിൽ കൂടെ കേൾക്കുന്നത് 1%, 99% പ്രതിഭയാണ്. അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. മോട്ടിവേഷൻ 1%, 99% നമ്മൾ ജീവിക്കുക. അതുപോലെ 100-90% കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തകർക്കുന്ന, ഭാര്യഭർത്തൃ തകർക്കുന്ന മേഖലയാണ് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട മേഖല. അതിൽ പറയുമ്പോൾ വേറെ പല കാര്യങ്ങളും പറയും. അതുകൊണ്ട് പ്രണയത്തിന് ഇതെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ദൈവകൃപയും പ്രാർത്ഥനയും വേണം. സന്തോഷത്തോടെ ജീവിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. വിവാഹ ജീവിതം വിജയിക്കാനുള്ള, കുടുംബജീവിതം വിജയിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി ഇന്നോട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി.